ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത വിലക്ക് പാകിസ്ഥാൻ സെപ്റ്റംബർ 23 വരെ നീട്ടി. പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി ഒരു മാസത്തേക്ക് വിലക്ക് നീട്ടിക്കൊണ്ട് പുതിയ നോട്ടം പുറപ്പെടുവിച്ചു. ഇന്ത്യയുടെ യാത്ര സൈനിക വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമായിരിക്കുമെന്ന് നോട്ടാമിൽ പറയുന്നു. ഇന്ത്യൻ എയർലൈനുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു വിമാനത്തിനും പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ സൈനിക യാത്രാ വിമാനങ്ങൾക്കും ഈ വിലക്ക് ബാധകമാണ്. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 23-നാണ് പാകിസ്ഥാൻ അധികൃതർ ആദ്യമായി വ്യോമപാത അടച്ചത്. തുടക്കത്തിൽ ഒരു മാസത്തേക്കായിരുന്നു ഈ വിലക്ക്. ഇതിനു മറുപടിയായി ഇന്ത്യയും ഏപ്രിൽ 30-ന് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യോമപാത അടച്ചു. പിന്നീട് വിലക്ക് മെയ് 23-ന് നീട്ടി. ജൂലൈയിൽ പാകിസ്ഥാൻ ഓഗസ്റ്റ് 24 വരെ വിലക്ക് വീണ്ടും നീട്ടി. വ്യോമപാത അടച്ചതുമൂലം 2 മാസം കൊണ്ട് 410 കോടി പാകിസ്ഥാനി രൂപയുടെ നഷ്ടം ഇതുവരെ ഉണ്ടായതായാണ് കണക്ക്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനു ശേഷമാണ് പാകിസ്ഥാൻ വ്യോമപാത അടയ്ക്കാൻ തീരുമാനിച്ചത്. 150ഓളം ഇന്ത്യൻ വിമാനങ്ങളാണ് ഓരോ ദിവസവും പാകിസ്ഥാൻ വ്യോമപാതയിലൂടെ ദിനംപ്രതി മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരുന്നത്. ട്രാൻസിറ്റ് ഗതാഗതം ഏകദേശം 20% കുറയുകയും ചെയ്തു. 2019-ൽ സമാനമായ വിലക്ക് നേരിടേണ്ടി വന്നപ്പോൾ ഏകദേശം 870 കോടി ഇന്ത്യൻ രൂപയുടെ നഷ്ടമുണ്ടായതെങ്കിൽ ഇക്കുറി അത് ഇതുവരെ 400 കോടി രൂപ കടന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ അറിയിച്ചത്. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് പുറമെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവാണ് ഉണ്ടായതെന്നും പാക് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നു. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കേണ്ട സമയങ്ങളിൽ സാമ്പത്തിക നഷ്ടം കണക്കിലെടുത്ത പിന്നോട്ട് പോകാനില്ലെന്ന ന്യായീകരണമാണ് മന്ത്രാലയം നിരത്തുന്നത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ഭീകരവാദത്തിൽ 26 പേർക്ക് ജീവൻ നഷ്ടമായതിനെ തുടർന്നാണ് 1960-ലെ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത്. ഇതിനു പിന്നാലെ എല്ലാ ഇന്ത്യൻ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ തങ്ങളുടെ ആകാശപാത വിലക്കി. സിന്ധു നദിയിലെ ജലത്തെ തൊട്ടുള്ള നടപടി യുദ്ധസമാനമാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കിയതിനു പിന്നാലെ പാകിസ്ഥാൻ വഴിയുള്ള വ്യോമഗതാഗതത്തിൽ 20%-ഓളമാണ് ഇടിവുണ്ടായത്. 2019-ലും സമാന സാഹചര്യത്തിലുണ്ടായ ആകാശപാത അടയ്ക്കലിൽ പാകിസ്ഥാന് 235 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ഓഗസ്റ്റ് 23 വരെയാണ് ഇന്ത്യ പാകിസ്ഥാനുള്ള വ്യോമപാത വിലക്ക് നീട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ മാസം അവസാനം വരെയും വ്യോമപാത വിലക്ക് നീട്ടിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ദിവസേന 100 മുതൽ 150 ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസാണ് തടസ്സപ്പെട്ടത്. ഇത് മൊത്തം വ്യോമഗതാഗതത്തിൽ 20% ഇടിവുണ്ടാക്കി. അത് ഓവർഫ്ലൈയിംഗ് ഫീസിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുകയും ചെയ്തു. ഇതുമൂലം 2025 ഏപ്രിൽ 24-നും ജൂൺ 20-നും ഇടയിൽ ഇന്ത്യക്കുള്ള വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് 125 കോടി ഇന്ത്യൻ രൂപ ആണ് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 24 മുതൽ ജൂൺ 30 വരെയുള്ള വരുമാന നഷ്ടം ഓവർഫ്ലൈയിംഗ് ചാർജുകളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത തുകയേക്കാൾ കുറവാണെന്നും ഫെഡറൽ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തതെന്നും ഖ്വാജ മുഹമ്മദ് ആസിഫ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.